അപ്പോ സ്കൂള് ബന്ധപ്പെട്ടായിട്ട് മെയിൻ തിങ് ആണ് ഒരു പ്രിന്റർ. അപ്പോ മുമ്പത്തെ പ്രിന്റർ നിങ്ങൾക്ക് ചിലവർക്ക് എന്താ സബ്സ്ക്രൈബേഴ്സ് അറിയണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും ആ പ്രിന്റർ യൂസ് ചെയ്യാറ്. ആ പ്രിന്ററിന് ഒന്നും നാശമായിട്ടൊന്നുമില്ല, പക്ഷെ ലൈക്ക് ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞു തരാം. അതാണെങ്കിൽ ഇങ്ക് ജെറ്റ് അല്ലെ, ഇതാണെങ്കിൽ ഇതെന്താ ഇങ്ക് ടാങ്ക്. അതാണെങ്കിൽ അതിന്റെ മെയിൻ പ്രോബ്ലം ആണെങ്കിൽ അതിന്റെ ഇങ്ക് വാങ്ങിക്കാൻ കുറെ ലൈക്ക് പ്രിന്ററിനെക്കാട്ടി വല്ല അല്ലാണെങ്കിൽ വൈഫൈ ഒന്നുമില്ല, കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യണം. സാധാരണ ഇവിടെ ടാബ് എടുത്തിട്ട് അതിന്ന് ലൈക്ക് ലോങ് പ്രോസസ് ആയിരുന്നു, ഈസി അല്ലായിരുന്നു ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ഇതിന്റെ ആണെങ്കിൽ ലൈക്ക് ഇതിന്റെ ഇങ്ക് ലൈക്ക് അത്രയ്ക്ക് വിലയൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഇത് കുറെ കാലം നിൽക്കും. പിന്നെ വീക്കിലി വൺസ് യൂസ് ചെയ്താ നാശാവില്ലാന്ന് അല്ലമ്മ? വീക്കിലി ഒരു പ്രിന്റ് എങ്കിലും എടുത്താൽ മതി. അപ്പൊ എന്താ നോർമൽ ആയിട്ട് സൂപ്പർ ആയിട്ട്. പിന്നെ എത്ര 12,000 ബ്ലാക്ക് പ്രിന്റും 6,000 കളർ പേജസും എടുക്കാൻ പറ്റും നമുക്ക് ഈ പ്രിന്റ്. അതാ ഇതിന്റെ കൂടെ ആദ്യം തന്നപ്പോ എന്താ ബ്ലൂ കളർ, പിങ്ക് കളർ, യെല്ലോ കളർ, ബ്ലാക്ക് കളർ ഇങ്ക് ഒക്കെ അവർ തന്നെ റീഫില് വെരി ഈസിയാ. റീഫില് ഞാൻ കണ്ടു. അതിന്റെ ആ ബോട്ടിൽ എടുത്ത് കാണിച്ചു കൊടുക്കപ്പോ ഇൻസൈഡ് നമുക്ക് മറ്റേ പ്രിന്ററിലാണെങ്കിൽ കാറ്ററിഡ്ജ് വാങ്ങണം. അതിന്റെ ഒരു കാറ്ററിഡ്ജിന് 800 റുപ്പീസാ. ഇതിനാണെങ്കിൽ ഇതാണ് അതോ റീഫിൽ ചെയ്യാൻ പറ്റും. അതോ റീഫിൽ ചെയ്ത് വെരി ഈസി, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്താൽ മതി. ഇതിന്റെ കൂടെ റബ്ബർ ഇല്ലാതെ ലീക്ക് ആവില്ല. എനിക്ക് ബ്ലാക്ക് ആണെങ്കിൽ ചുടി വലുത് കാരണം ഇത് ഒരു റീഫിലെ കഴിയും, മറ്റേതാണെങ്കിൽ ബാക്കി ഉണ്ടാവും. സോ ലൈക്ക് ഇത് കഴിഞ്ഞാലും ബ്ലാക്ക് പ്രിന്റ് യൂസ് ചെയ്യും. ഈ 3 കളറിന് കൂടിയിട്ട് തന്നെ 6,000 കളർ പ്രിന്റ് നമുക്ക് ഇതിന് തന്നെ എടുക്കാൻ പറ്റും. ലാഭം പോലെ ഫ്രീ ആയിട്ട് കിട്ടി. പ്ലസ് 2 ബ്ലാക്കിന്റെ ബോട്ടിലും കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ആദ്യത്തെ ബ്ലാക്കിന്റെ കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഹാഫ് ഒരു ക്വാർട്ടർ ബാക്കിയുണ്ട്. അങ്ങനെ ഇത് 1 ടേം ഇൻവെസ്റ്റ്മെന്റ് പോലെയാ. അതായത് ഇത്തിരി കാശ് അധികമായാലും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം കാശ് ചെലവ് വരില്ല. മറ്റേതാണെങ്കിൽ പ്രിന്റ് ചിലപ്പോ എത്ര ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വാങ്ങിച്ചതല്ലേ, അതിന്റെ ആണെങ്കിൽ ഇങ്ക് നല്ല വില. സോ ലൈക്ക് ഈച്ച് ടൈം ഇങ്ക് കഴിയും 3 months വൺസ് വാങ്ങണ പോലെയാ. 3 months കഴിയും, അത് വേഗം കഴിയും. പക്ഷെ ഇങ്ക് ആണെങ്കിൽ വെരി എക്സ്പെൻസീവ്. അത് മാത്രല്ല എനിക്ക് അത് പറ്റിക്കണ പോലെ തോന്നാറുണ്ട്, കാരണം അത്ര അധികം ദിവസമൊന്നും നിക്കാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇതിനൊരു വെയിറ്റേ ഇല്ല ആ കാറ്ററിഡ്ജിന്. ഇതാവുമ്പോ നമുക്ക് കണ്ണോണ്ട് നേരിട്ട് കാണാലോ എത്ര ബോട്ടിൽ ഇങ്ക് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അപ്പൊ അത് നീ ആ വീഡിയോ നീ എടുത്തില്ലേ, ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ആ ചേട്ടൻ ഇത് ചെയ്യണത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് എങ്ങനെയാ പ്രിന്റ് എടുക്കുന്നത് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇവിടെ ചെന്നൈയിലുള്ളവർക്ക് അറിയായിരിക്കും, തൊറൈപ്പാക്കം പെരുങ്കുടി ഭാഗത്ത് HP-യുടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുക ചെയ്തത്. ആമസോണിലൊന്നും ഓർഡർ ചെയ്യുകയല്ല ചെയ്തത്. കാരണം നമുക്കറിയില്ല വരുമ്പോൾ ഇങ്കൊക്കെ നല്ല കണ്ടീഷനിലായിരിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് വാങ്ങണതാണ് ഞങ്ങളെപ്പോഴും ഓപ്റ്റ് ചെയ്യാറ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമല്ലോ. ശരിക്കും ഈ ഒരു ഇൻസ്റ്റലേഷനൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഫ്രീ ആയിട്ട് തന്നെ അവർ വന്ന് നെക്സ്റ്റ് ഡേ ഇൻസ്റ്റലേഷൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അങ്ങനെ വന്ന് ഒരാൾ തന്നെ വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇങ്കൊക്കെ റീഫിൽ ചെയ്ത് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മറ്റേ പ്രിന്ററിന് എന്താ പിക്ചേഴ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി കേബിളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിൽ കേബിൾ മാത്രമേ പറ്റുള്ളൂ, വൈഫൈ ഒന്നുമില്ല. പക്ഷെ ഇതിലാണെങ്കിൽ വൈഫൈ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു HP സ്മാർട്ട് ആപ്പ്, ഇതാണ് എൻ്റെ അമ്മയുടെ ഫോണ്. ഇതിൽ HP സ്മാർട്ട് ഒരു ആപ്പ് പോലെ ഇവർ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സെറ്റ് ആവണമെങ്കിൽ വേണമെങ്കിൽ യൂട്യൂബ് കാണാം. പക്ഷെ ഞങ്ങൾ എന്താ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരാള് വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പൊ ഈ ആപ്പിലാണ് എല്ലാം ചെയ്യേണ്ടത്. പ്രിന്റ്, ക്യാമറ സ്കാന്, പ്രിന്റ് ഡോക്യുമെന്റ്, ഷോർട്ട് കട്ട്, സ്കെച്ച് സപ്ലൈസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ വേണമെങ്കിലും എടുത്ത് നമുക്ക് പ്രിന്റ് അത് വൈഫൈ വെച്ചിട്ട് കണക്റ്റഡ്. അപ്പൊ കേബിളിന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക് ഒരു പ്രിന്റ് എടുക്കണം കാണിക്കാം.
ഫസ്റ്റ് പ്രിൻ്ററിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ശരിക്ക്. അതിന് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പറഞ്ഞ പോലെ കാറ്ററിഡ്ജിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം. കാറ്ററിഡ്ജ് വാങ്ങുമ്പം തന്നെ അതിൻ്റെ എവറി ഇയർ അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ പണ്ടാണെങ്കിൽ ഞാൻ ആ കാറ്ററിഡ്ജ് വാങ്ങുമ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യായിരുന്നു, ഉള്ളിൽ ഇങ്കുള്ള പോലെ. പക്ഷേ ഇപ്പോൾ ഈടായിട്ട് വാങ്ങുമ്പോൾ ആ വെയിറ്റേ ഇല്ലാത്ത പോലെ, അതായത് നമുക്ക് ഉള്ളിൽ ഇങ്ക് ഉണ്ടോയെന്ന് അറിയുന്നില്ല. കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ അറിഞ്ഞു, നമ്മൾ എത്ര പ്രിൻ്റ് എടുത്തു നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. സോ ഇതാവുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാം എത്ര ഇങ്ക് ഉണ്ട് എന്നുള്ളത്. അതാണ് എനിക്ക് തോന്നിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ HP ആപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ഏത് പ്രിൻ്റ് വേണമെങ്കിലും എടുക്കാം. മറ്റേ ആപ്പ് ആവുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേണ്ടി വരും. പ്രിൻ്റർ ഷെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേബിൾ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്താൽ നമുക്കൊരു 10 വർഷത്തേക്ക് ഇനി തിരിഞ്ഞ് നോക്കണ്ട. മറ്റേ പ്രിൻ്റർ ഞങ്ങളൊരു 6 വർഷത്തോളം യൂസ് ചെയ്തു. അതിനും കേടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഞാനത് റീസെയിലിന് വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു കുട്ടികൾക്കും അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഡോക്യുമെൻറ്റേഷനും ആവശ്യമുള്ള ഇതൊക്കെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. പല റിവ്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കണേ. സോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കണ്ണ് പൂട്ടിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. മറ്റേ പ്രിൻ്റർ പോലെ തന്നെ ഇതിലും സ്കാനറും പ്രിൻ്ററും എല്ലാം ഓപ്ഷനോടും കൂടിയിട്ടുള്ളതാണ്. സോ ഇത് ഫോട്ടോ കോപ്പി എടുക്കാനും എല്ലാത്തിനും യൂസാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ട്രൈ ചെയ്യണം. താങ്ക് യു.